എല്ലാവർക്കും നമസ്കാരം. Iman. നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ദാജി മഹാരാജ് അദ്ദേഹത്തിൻ്റെ ഈയിടെയുള്ള പല ഇൻ്റർവ്യൂകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് വീണ്ടും ഇങ്ങനെ സ്ട്രെസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതെന്താ കാണിക്കുന്നത്? അത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ 3-4 കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറയണത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാന തത്വമായിട്ടുള്ള ബാലൻസ്ഡ് ലൈഫാണ്, സന്തുലിതമായിട്ടുള്ള ജീവിതം. അത് പലപ്പോഴും നമ്മൾ വേണ്ട രീതിയിലല്ല മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത്. ബാബുജി മഹാരാജിന് ഈ മനുഷ്യരാശിയെക്കുറിച്ചുള്ള ആശയം എന്താണ്? ബ്രഹ്മവിദ്യ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടണം. അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ മിഷൻ്റെ പ്രധാന ഉദ്ദേശം. അതിനോടൊപ്പം തന്നെ ബാബുജി മഹാരാജ് ആ ബ്രഹ്മവിദ്യ സ്വീകരിക്കുന്നവർക്ക് ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഈ ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും തമ്മിലുള്ള ബാലൻസാണ്. അദ്ദേഹം പറഞ്ഞു, കുടുംബത്തിനെ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല. ഗൃഹസ്ഥാശ്രമത്തിലാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തുലിതാവസ്ഥയിൽ ആത്മീയ ജീവിതം തുടരാനുള്ള അവസരമുള്ളത്. അപ്പോൾ ആശ്രമങ്ങളിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആശ്രമം, അത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ മാത്രമല്ല, പഴയ ആധ്യാത്മിക സമ്പ്രദായത്തിലൊക്കെ ഏറ്റവും മഹത്തായ ആശ്രമം ഗൃഹസ്ഥാശ്രമം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ബാലൻസ് നമ്മൾ സൂക്ഷിക്കണം പോലെ. അതായത് ഒന്നിനു വേണ്ടി മറ്റൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ആധ്യാത്മികതയ്ക്ക് വേണ്ടി ഭൗതിക ജീവിതവും ഭൗതികതയ്ക്ക് വേണ്ടി ആധ്യാത്മിക ജീവിതവും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാകും. അവിടെയാണ് പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാതിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യം അതിന് കറക്റ്റ് ചെയ്യേണ്ടത്, ഈ ബാലൻസ് കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മുടെ ചിന്തകൾ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ എന്താണ് ബാലൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കറക്റ്റ് തിങ്കിങ്ങിലാണ് ഈ കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള പരിശീലനമാണ് ധ്യാനം. ഒരു ഉദാത്തമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചിന്തകളെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? ചിന്തിക്കുന്നതാണ് നമ്മളായി തീരാൻ പോണത്. അതുകൊണ്ടാണ് ദിവ്യചിന്ത എന്നുള്ള അടിസ്ഥാനത്തിൽ ധ്യാനിച്ച് തുടങ്ങിയിട്ട് വേണം നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഈ ബാലൻസ് വരുള്ളൂ. ഇപ്പം ഭൗതിക ജീവിതത്തിൽ എത്ര വേണമെങ്കിൽ നമുക്ക് പണം സമ്പാദിക്കാം, പക്ഷേ അത് ധാർമ്മികമായിരിക്കണം. ധാർമ്മികമാവുക എന്ന് പറഞ്ഞാൽ എന്താ? ചിന്ത കറക്റ്റായിരിക്കണം, നമ്മുടെ ഫീലിംഗ് കറക്റ്റായിരിക്കണം, ജീവിതത്തിനോടുള്ള സമീപന രീതി സത്യസന്ധമായിരിക്കും. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ആശയം എന്ന് പറഞ്ഞാൽ ശരിയായ ചിന്ത, ശരിയായ ഫീലിംഗ്, ജീവിതത്തിനോട് സത്യസന്ധമായ സമീപനം. ഇത് നമ്മൾ ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ശ്രദ്ധിക്കണം. നമ്മുടെ ചിന്ത കറക്റ്റാണോ, ഫീലിംഗ് കറക്റ്റാണോ, നമ്മുടെ അപ്രോച്ച് കറക്റ്റാണോ. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ എത്ര വേണമെങ്കിൽ പണം സമ്പാദിക്കാം, പക്ഷെ ധാർമ്മികമായിരിക്കാം. ധാർമ്മികതയ്ക്ക് ചിന്ത കറക്റ്റായിരിക്കണം. എന്നാൽ ഭൗതികത്തിൽ വല്ലാണ്ട് മുഴുകി വെറും മെറ്റീരിയലിസ്റ്റിക് ആവാൻ പാടില്ല. അതോടൊപ്പം ഭൗതിക ജീവിതം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസിന്, സന്തുലിതമായിട്ടുള്ള മനസ്സിന് മാത്രമേ ഈ ബാലൻസ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി മെഡിറ്റേഷനിൽ രാവിലെ എഴുന്നേറ്റാലേ. അപ്പോൾ ബാലൻസ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ആത്മീയമായിട്ടുള്ള ബാലൻസാണ്. ഭൗതിക ജീവിതത്തിൽ നമുക്ക് ബാലൻസ് തരില്ല. ചിലപ്പോൾ മെഡിറ്റേഷൻ രാവിലത്തെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങൾക്കും പോവുക. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നല്ലേ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ബാലൻസ് തെറ്റാണ്. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താണ്? ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവർക്ക് വൈരാഗ്യം വരിക. ഭൗതിക ജീവിതം നേരിടാൻ പറ്റാതെ വരുമ്പോൾ കാശിക്കോ. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു അങ്ങനെ. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. മരുമക്കത്തായ സമ്പ്രദായതുകൊണ്ട് പെങ്ങന്മാരുടെ മക്കളെയൊക്കെ നോക്കി ഇങ്ങനെ കഴിഞ്ഞു. കുറച്ച് ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ കുടുംബം നോക്കാൻ പറ്റാതെ ഒരു തോട്ടം കൊണ്ടും കുടഞ്ഞ് തോളത്തിട്ട് ആൾ പോയി കാശിയിലേക്ക്. അപ്പോൾ വൈരാഗ്യം വന്നു. എന്താ കാരണം? ജീവിതത്തിൻ്റെ രണ്ടറ്റും കൂട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല. പിന്നീട് ആരോ കാശിക്ക് പോയ ആൾ തന്നെ അദ്ദേഹത്തിനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വൈരാഗ്യം വരിക. അപ്പോൾ ദാജി പറയും ഭൗതിക ജീവിതത്തിൻ്റെ പരിപൂർണത നമ്മൾ വെസ്റ്റേൺ ആൾക്കാരെ കണ്ട് പഠിക്കണം. ഭൗതിക ജീവിതത്തിനെ പെർഫെക്റ്റ് ആക്കാൻ അവർ ആലോചിക്കുന്നില്ലേ? നല്ല റോഡുകൾ, നല്ല ടെക്നോളജി. അപ്പോൾ വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്ന തൊഴിൽ, നമ്മുടെ കർമ്മമേഖല ഈശ്വരാരാധന എന്നുള്ളത് കൂടുതൽ പ്രാവർത്തികമാക്കുന്നത് ഇന്ത്യൻസിനേക്കാൾ വെസ്റ്റേണേഴ്സാണ്. കാരണം അവർ കാര്യം ചെയ്യണ വർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യുക. ഇന്ത്യൻസ് എന്താ ചെയ്യുക? നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യും. നമ്മളെല്ലാ ബിസിനസ് രംഗത്തും കാണുന്നതാണ്. പ്രോഫിറ്റ് കൂട്ടാൻ എന്താ ചെയ്യുക? ക്വാളിറ്റി കുറയ്ക്കും. അത് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. എന്താ കാരണം? മറ്റവരത് ആക്സെപ്റ്റ് ചെയ്യില്ല, അവർ റിജക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഭൗതിക ജീവിതത്തിലെ ആ കർമ്മ മേഖലയിൽ നമ്മൾ കുറേശ്ശെ അഴിമതി കാണിക്കുന്നു. ഇന്ത്യൻസിൻ്റെ പ്രത്യേകത അത്. അപ്പോൾ ആ അഴിമതിയും നമ്മൾ ചെയ്യുന്ന ജോലിയിലായാലും ശരി, അല്ലെങ്കിൽ ബിസിനസ്സിലായാലും ശരി, എല്ലാ മേഖലയിലും നമ്മൾ അല്പം ഡൈലൂട്ട് ചെയ്യുന്നു. ഈ വർക്ക് ഈസ് വർഷിപ്പ് എന്നുള്ള ഐഡിയ ഉപയോഗിക്കില്ല ഭാരതീയർ. അങ്ങനെ ഈ അഴിമതി നിറഞ്ഞ ഹൃദയം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈശ്വരാരാധനയും ചെയ്യുന്നത്. വലിയ വലിയ ധനികരുടെ വീട്ടിലെ വലിയ വലിയ പൂജകൾ. അപ്പോൾ ഭൗതിക ജീവിതത്തിലെ അഴിമതി ആധ്യാത്മിക ജീവിതത്തിലേക്ക് പകരും. എങ്ങനെ? ഈശ്വരാരാധനയിലും. അപ്പോൾ ദാജി പറയുമ്പോൾ അവർ വളരെ തിരക്ക് പിടിച്ച ആൾക്കാരായതുകൊണ്ട് നമുക്ക് വേണ്ടി പൂജ ചെയ്യാൻ ഒരു പൂജാരിയെ പോയിന്റ് ചെയ്യും. അപ്പം അതിൻ്റെ പിന്നിലുള്ള ഫുളിഷ്നെസ് ആലോചിച്ച് നോക്കൂ. നമുക്ക് പകരം പ്രോക്സി ആയിട്ട് ഒരു പൂജാരി പൂജ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. നമ്മൾ സ്ഥിരം നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് അത് അല്ലേ? ഇപ്പോൾ ദാജി പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എല്ലാ വർഷത്തിലും ഒരു മാസം ശ്രാവണ മാസത്തിൽ രാജസ്ഥാനിൽ നിന്നൊരു പൂജാരിയെ വരുത്തും. അദ്ദേഹം ഒരു മാസം അദ്ദേഹം ദാജിനെ വേണ്ടി താമസിക്കും. പൂജാരി എല്ലാ കാര്യങ്ങളും അവിടെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരേ ഒരു സമാധാനം ഞങ്ങൾക്കുള്ളത് ഇങ്ങനെ നന്നായി കുക്ക് ചെയ്യും പൂജാരി. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ അദ്ദേഹം ഉണ്ടാക്കി വീട്ടിലെല്ലാവരും കൊടുക്കും. ഒരു മാസം അവിടെയാണ്. അപ്പോൾ അച്ഛൻ്റെ ആയുസ് കൂട്ടാൻ വേണ്ടി മൃത്യുഞ്ജയത്തിനുള്ള മന്ത്രങ്ങൾ ജപിക്കാനാണ് അദ്ദേഹം വരുന്നത്. ഇതിൽ പ്രധാന പരിപാടി എന്താ വെച്ചാൽ വീടിൻ്റെ അടുത്തുള്ള ഒരു ശിവൻ്റെ അമ്പലത്തിൽ മണ്ണുകൊണ്ട് ശിവൻ്റെ വിഗ്രഹങ്ങൾ, ശിവലിംഗങ്ങൾ ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കലാണ്. 1,00,000 ശിവലിംഗങ്ങൾ ഉണ്ടാക്കി കഴിയുന്നവരെ അങ്ങനെ വീട്ടിൽ താമസിക്കും ഒരു മാസം. അച്ഛനായിട്ട് പലപ്പോഴും ദാജി പറയാറുണ്ട്, ഇതിന് എന്തെങ്കിലും ഒരു ബലം ഉണ്ടെന്നും തോന്നുന്നുണ്ടോ? അപ്പം അന്ന് കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ടി മറ്റൊരാൾ ഈശ്വരാരാധന ചെയ്താൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? നോർമലായിട്ട് യുക്തി കൊണ്ട് ആലോചിച്ച് നോക്കിയാൽ
പക്ഷെ നമ്മളതല്ല ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. ഹാർട്ട്ഫുൾനെസ്സിൽ വന്നതിൻ്റെ ശേഷവും സ്വാമി ശരണമയ്യപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിസെപ്റ്റർ ഗ്രൂപ്പിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട് ഞാൻ. അപ്പോൾ അത് ഈ ശബരിമലയ്ക്ക് പോണ സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് സ്വാമിമാർക്ക് സന്തോഷമായത് ആയിക്കോട്ടെ ചെയ്യാനായിട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ പിന്നിലുള്ള മനോഭാവം ആലോചിച്ച് നോക്കുമ്പോൾ അപ്പോൾ എവിടെയാണ് നമുക്ക് ബാലൻസ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതിന് ദാജി പറയാം, എനിക്ക് ഒരു എക്സാമ്പിൾ പറയാം, അത് വളരെ മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, അത്ര ഒരു എക്സാമ്പിളാണ് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ തോന്നുന്നത്. എന്താ വെച്ചാൽ തിരക്ക് പിടിച്ച ഒരു കമ്പനിയുടെ ഓണറായിട്ടുള്ള ആൾ, വളരെ തിരക്കില്ല അദ്ദേഹം. അതിലിടയ്ക്ക് കല്യാണമൊക്കെ ഉണ്ടായി ഗംഭീരമായിട്ട്. കല്യാണം കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഞാൻ വളരെ തിരക്കാന്ന് എനിക്കറിയാലോ, അതുകൊണ്ട് നീ ഹണിമൂണിന് പോയിക്കോളൂ, എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിനെ അതിൻ്റെ കൂടെ ഹണിമൂണിന് അയക്കാട്ടോ. രാജു പറയും, ഇതിനേക്കാൾ മഹത്തായ ഉദാഹരണം പറയാൻ പറ്റുമോ? എന്താ ഇതിനോട് താരതമ്യപ്പെടുത്തുന്നത്? എനിക്ക് വേണ്ടി പൂജാരി പൂജ ചെയ്യുന്ന കാര്യത്തിന് അദ്ദേഹം കമ്പയർ ചെയ്യുന്നതാണ്. എങ്ങനെ ഉണ്ടാവും അത്? ആൾ പറയാം അതിനേക്കാൾ മോശമാണ് എന്ത്? ഈ പറഞ്ഞ ഉദാഹരണം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്താന്ന് പറയും. അതിനേക്കാൾ മോശമാണ് നമുക്ക് വേണ്ടി മറ്റൊരു പൂജാരി പൂജ ചെയ്യണത്. നമ്മളതിനെക്കുറിച്ച് അത്ര ആലോചിക്കാറുണ്ടോ? നമ്മൾ അഭ്യാസികളായിട്ട് പോലും. അപ്പോൾ നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടുക എന്നർത്ഥം. അപ്പോൾ ക്രമീകരിച്ച മനസ്സ് അതിലിങ്ങനെ പ്രതിഫലിക്കും, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ല. അതാണ് ബാപ്പുജി മഹാരാജ് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുതെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു എന്ന് പറയുന്ന ഉദ്ദേശം എന്താണ്? മതത്തിനെ അടിച്ച് അവസാനിപ്പിക്കുക എന്നല്ല, മതത്തിന് അതീതമാവുക എന്നർത്ഥം. അതിൽ തത്വങ്ങളെ മനസ്സിലാക്കി അതിനെ എങ്ങനെ അതികടക്കാമെന്ന് പറയും. അപ്പോൾ ഈ ബാലൻസിനെ കുറിച്ച് ദാജി പലരും അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ ഭൗതിക ജീവിതത്തിലെ ഈ ആധ്യാത്മിക ജീവിതം എങ്ങനെ നമുക്ക് ക്രമീകരിച്ച മനസ്സുപയോഗിച്ച് ബാലൻസ് ചെയ്യാമെന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. മാസ്റ്റേഴ്സ് നമ്മളോടൊരു കാര്യം ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പൊതുവായി അഭ്യാസികളുടെ ബോധത്തിൽ ഈ ബാലൻസ്ഡ് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സന്തുലിതമായിട്ടുള്ള ജീവിതം എന്നതിനെക്കുറിച്ചുള്ള ഐഡിയ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം ആവർത്തിച്ച് പറയും. അതൊരു കാര്യം ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹം പറയുന്നതിന് ഞാൻ ശ്രദ്ധിച്ചത്, റിപ്പീറ്റ് ചെയ്യുന്നതാണ്. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അദ്ദേഹത്തിനോട് ചോദിക്കുന്നതാണ്, എന്താണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം? മനുഷ്യനുണ്ടായ കാലം തൊട്ടിട്ട് മനുഷ്യർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പർപ്പസ് ഓഫ് ലൈഫ്. പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരമെന്ന് പറഞ്ഞാലൊന്നും സാധാരണ ആൾക്കാർ അത് ഓക്കെ എങ്കിലും അതല്ല പർപ്പസ് എന്നാണ് ധാരണ. അപ്പം അദ്ദേഹം പറയണത്, അദ്ദേഹം എപ്പോഴും പ്രായോഗികമായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മളോട് മാസ്റ്റേഴ്സ് പറയുന്നത്. അതാണ് മാസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത. നമ്മൾ കടന്നുപോയിട്ടുള്ള എല്ലാ സങ്കീർണതകളും അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ആ രീതിയിലാണ് പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, തുടക്കത്തിൽ ജീവിതത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പം നമ്മളുടെ അടുത്ത് തന്നെ എത്രയോ അഭ്യാസികൾ സിറ്റിംഗ് വരുന്നു, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ചിലപ്പോൾ സ്വന്തം മകള് ആരുടെ കൂടെ ഓടിപ്പോയി, അതായിരിക്കും പ്രശ്നം. അപ്പോൾ അതുകൊണ്ടുണ്ടായ മാനസിക സംഘർഷം തീർക്കാനായിരിക്കും മെഡിറ്റേഷൻ വരുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താ? ഓടിപ്പോവാതിരിക്കലാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഉദ്ദേശം, ഉദാത്തമായ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് ഈ ആധ്യാത്മിക സാധന തുടങ്ങുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവില്ല. കാരണം ഈ ജീവിത ഉദ്ദേശവും പരിണമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്താ? സന്തോഷം എന്ന് പറയുന്നത് സർവ്വ ജീവജാലങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും. അതുകൊണ്ട് അങ്ങനത്തെ ലക്ഷ്യമാക്കി പറയാം, സന്തോഷമാണ് ജീവിത ലക്ഷ്യം, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതിനെന്ത് ചെയ്യണം?
സന്തോഷത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്താണ്? ശാന്തി ഉണ്ടായിരുന്നു. എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ട്, ശാന്തി ഇല്ലെങ്കിലോ അതൊന്നും ആസ്വദിക്കാൻ സാധ്യമല്ല. അപ്പോൾ സന്തോഷത്തിന് മുമ്പ് നമുക്ക് ശാന്തിയാണ് വേണ്ടത്. അപ്പോൾ ശാന്തിക്ക് എന്ത് വേണം? ശാന്തിക്ക് നമ്മളുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഘടകങ്ങൾ തമ്മിൽ ഒരു പൊരുത്തം വേണം, ഹാർമണി. അപ്പോൾ നമ്മൾ ആ പൊരുത്തത്തിനെ കുറിച്ച് ആലോചിക്കണം. നമ്മുടെ ആന്തരിക ഘടകങ്ങൾ, നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഹൃദയം തമ്മിൽ മാച്ച് ഉണ്ടോ? ഹൃദയം ഒന്ന് പറയണു, മനസ്സും വേറൊന്ന് പറയണു, ശരീരം വേറൊരു ഡയറക്ഷനിൽ പോകണം. അങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കണം? ബാഹ്യമായിട്ടുള്ള ചുറ്റുമുള്ള ആളുകളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഈ പൊരുത്തത്തിനെ കുറിച്ച് ആലോചിക്കാം, ഹാർമണി. അപ്പോൾ സന്തോഷം തൊട്ട് മുമ്പ് ശാന്തി, അതിന് മുമ്പ് ഹാർമണി. ഹാർമണി ഉണ്ടാവാൻ എന്ത് ചെയ്യണം? ഹാർമണി ഉണ്ടാവാൻ ഒരാൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം. വേണ്ട രീതിയിൽ ഒരു കാര്യം കണ്ടാൽ, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ, ഒരു സാഹചര്യം കേട്ടാൽ എല്ലാ ഡയറക്ഷനിലും നിന്നുകൊണ്ട് അതെന്താണ് അതിൻ്റെ കാതൽ എന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു, എല്ലാ ഡയറക്ഷനിലും തിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതിനകത്ത് കോൺടംപ്ലേറ്റീവ് മൈൻഡ് എന്നുള്ളത് 360 ഡിഗ്രിയിലും ചിന്തിക്കാനുള്ള കഴിവ്. അപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാവുക. അല്ലെങ്കിൽ എന്താ, കേട്ട ഉടനെ തന്നെ നമ്മളവിടെ റിയാക്ട് ചെയ്യും. അതങ്ങനെയല്ല, അതിങ്ങനെയാണ് നമുക്ക് പറയും. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണ്ടത്. എങ്ങനെ അത്തരം ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? മനസ്സിന് ഫോക്കസ് വേണം. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പറയുമ്പോൾ മനസ്സ് അവിടെ നിൽക്കണം. ഫോക്കസ്ഡ് മൈൻഡിന് എന്ത് ചെയ്യും? എന്ത് വേണം? അതിനാണ് മെഡിറ്റേഷൻ. ഒരു ചിന്തയിൽ നിൽക്കാനാണ് നമ്മൾ പരിശീലിക്കുന്നത്. ആ ചിന്ത ഉദാത്തമായ ചിന്തയാണ്. എന്താണ്? എൻ്റെ ഹൃദയത്തിൽ ദിവ്യ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ആ ചിന്ത. അതിനേക്കാൾ ഉദാത്തമായ ഒരു ചിന്ത നമുക്ക് ആലോചിക്കാനേ സാധ്യമില്ല. എന്തെങ്കിലും അതിനേക്കാൾ മഹത്തായ ഒരു ചിന്തയുണ്ടാവും ലോകത്തിൽ? ഇല്ല. പിന്നെ എന്തിനാണ് നമ്മളതിന് ഡൈവേർട്ട് ചെയ്യുന്നത്? ഉദാത്തമായ ഒരു കാര്യം നമുക്കറിയാമെങ്കിൽ അത് ചിന്തിച്ച പോലെ അതിനേക്കാൾ താഴെയുള്ള കാര്യങ്ങൾ എന്തിനാ ചിന്തിക്കണം? അപ്പോൾ അങ്ങനെയാണ് മെഡിറ്റേഷനും സന്തോഷവും തമ്മിൽ കണക്റ്റ് ആവുന്നത്. അപ്പോൾ സന്തോഷമാണ് നമ്മൾ ജീവിത ലക്ഷ്യം എന്ന് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ദൂരം മൂവ് ചെയ്യും, ട്രാൻസ്മിഷനിലൂടെ ഒരു ലെവൽ വരെ എത്തും. അപ്പോഴേ നമുക്ക് അടുത്ത ലെവലിനെ കുറിച്ച് ആലോചിക്കുക. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ 1ാമത്തെ പോയിന്റിലാണ് നമ്മൾ ഹൃദയത്തിൽ ദിവ്യപ്രകാശം സങ്കല്പിക്കണം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആ ഭൂമി എന്ന് പറയുന്ന പഞ്ചഭൂതത്തിൻ്റെ പോയിന്റിൽ ഓരോ പോയിന്റുകൾക്കും താഴെയുണ്ട് ഏരിയ, മേലെയുണ്ട്. അപ്പർ ഹാഫുണ്ട്, ലോവർ ഹാഫുണ്ട്. ഒരു ഗോളം പോലെയാണ് എന്ന് വിചാരിച്ചത്. അപ്പോൾ 1ാമത്തെ പോയിന്റ് താഴത്തെ ഭാഗത്താണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഈശ്വരൻ എൻ്റെ ഹൃദയത്തിലുണ്ടെന്നുള്ള ഫീലിംഗാണ് ശക്തമാവും. പതുക്കെ അത് മുകളിലേക്കുള്ള പോയിന്റിലേക്ക് വ്യാപിക്കുന്ന സമയത്ത് ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. ഫസ്റ്റ് പോയിന്റിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, ഈശ്വര സാന്നിധ്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. ലോവർ പോയിന്റിൽ ഫീൽ ചെയ്യും. അപ്പർ പോയിന്റിൽ ഈശ്വര സാന്നിധ്യം എല്ലാവരിലും ഉണ്ടെന്ന് ഫീൽ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് അബ്സോർബ്ഡ് ആവുക. അപ്പോൾ ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന് നമ്മൾ തത്വത്തിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷേ മെഡിറ്റേഷനിൽ ഇത് അനുഭവവേദ്യമാണ്. അപ്പോൾ ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് മനസ്സിലായി. അതെങ്ങനെ അറിയാം? പറയുന്നത് കേട്ടിട്ട് അതുവരെ നമുക്കറിയുള്ളൂ. അപ്പോൾ അത് അനുഭവവേദ്യമാകാം. ഇങ്ങനെ മെഡിറ്റേഷനിൽ നമ്മൾ ആത്മാവിനോട് അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ഈശ്വരനോട് കണക്ട് ചെയ്യുമ്പോഴേക്കും അത് നമ്മളെ ബ്ലെസ് ചെയ്യും ശാന്തി കൊണ്ട്. ശാന്തിയാണ്, ഓം ശാന്തി എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹം. അപ്പം തന്നെ നമുക്ക് ശാന്തി ഫീൽ ചെയ്യും. ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ ഫീൽ ചെയ്യും. അതാണ് ദിവ്യത്വത്തിൻ്റെ അനുഭവം. പിന്നെയോ ആ ദിവ്യത്വത്തിൻ്റെ അനുഭവം പലപ്പോഴും നമുക്ക് വേറെ പല രീതി, ഒരു കുട്ടി ഗർഭിണിയാവുക, പെൺകുട്ടി എന്ന് വിചാരിക്കുക. ആത്മീയതയിൽ പറയണ 90 ദിവസം കഴിയുമ്പോഴാണ് ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുള്ളൂ. അതുവരെ ഈ അമ്മയുടെ ചുറ്റുമാണ് അത് ഉള്ളത്.
എന്തുകൊണ്ടാണ് ഇത്ര 3 മാസം എടുക്കുന്നത്? സ്ത്രീയും പുരുഷനും യോജിക്കുമ്പോൾ തന്നെ അതിന് സോളിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചൂടെ? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഈ ആത്മാവ് പ്രവേശിക്കുന്നത് 12ാമത്തെ ചക്രത്തിനടുത്തുള്ള ബ്രഹ്മരന്ധ്രത്തിൽ കൂടെയാണ്. അപ്പോൾ ആദ്യം ഹൃദയം ഫോം ചെയ്യണം. അത് കഴിഞ്ഞ് ഈ ചക്രങ്ങളൊക്കെ വികസിച്ച് വന്ന് എല്ലാ ചക്രങ്ങളും ഫോം ചെയ്ത് ബ്രഹ്മരന്ധ്രം ഫോം ചെയ്യുമ്പോഴാണ് സോൾ അതിൽ കൂടെ എൻ്റർ ചെയ്ത് അതിൻ്റെ വഴി ക്ലിയർ ചെയ്ത് ഓരോ പോയിന്റുകളിലും അതിൻ്റെ സംസ്കാരങ്ങളുടെ രീതിയൊക്കെ ഫോം ചെയ്ത് ഹൃദയത്തിന് പ്രവേശിക്കും. അതുവരെ അത് പുറത്തു നിന്നുകൊണ്ട് ഈ ഭ്രൂണത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് ഗർഭധാരണത്തിൻ്റെ ആദ്യത്തെ 3 മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് ഡോക്ടർമാരെ ഓമനപ്പേരിട്ട് വിളിക്കും. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയും. അതിൻ്റെ ആത്മീയമായിട്ടുള്ള വശമാണിത്. അപ്പോൾ ആ സോള് എൻട്രി ചെയ്ത് 90 ഡേയ്സിൻ്റെ അടുത്തെത്തുമ്പോൾ അത് എൻട്രി ചെയ്ത് എന്താ ഉണ്ടാവുക? ഉടനെ തന്നെ ഈ ഗർഭിണിയായിട്ടുള്ള കുട്ടി ഇങ്ങനെ ഗ്ലോ ചെയ്യും, തിളങ്ങാൻ തുടങ്ങും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പ്രസവം വരെ ഈ പെൺകുട്ടിയുടെ സൗന്ദര്യവും പ്രസരിപ്പും ഒക്കെ കൂടി വരുന്നതായിട്ട് കാണും. എന്താ കാരണം? ഈ ആത്മാവ്, ഉള്ളിൽ പ്രവേശിച്ച ആത്മാവ് ഈ അമ്മയെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹം തന്നെ മതി അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ. ഇതിൻ്റെ പരിഭാവനമായിട്ടുള്ളൊരു എഫക്റ്റ്, അതായത് ഒരു ഗർഭധാരണവും ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ആ ഒരു മഹത്വം അറിയണമെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ആത്മാവ് പ്രവേശിക്കുമ്പോഴേക്കും ആ അനുഗ്രഹം ആ വ്യക്തിയിൽ പ്രകടമായി. ഇതെല്ലാം തെളിവാണ്. എന്ത്? ഈശ്വരൻ സർവ്വവ്യാപിയാണ്, ആത്മാവാണ് ഈശ്വരൻ എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. ഇനി നമ്മുടെ ജീവിതത്തെ നിരീക്ഷിച്ചെങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിലെ വിധി എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച പ്രവൃത്തികൾ, നമ്മുടെ കർമ്മഫലങ്ങൾ, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന രീതിയും, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ആർജിച്ച സംസ്കാരങ്ങൾ, നമ്മളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പിക്കപ്പ് ചെയ്യണു, നമ്മൾ ഏത് ജാതിയിൽപ്പെട്ടതാണ്, ഇതൊക്കെ നമ്മുടെ വിധിയെ ബാധിക്കാൻ നമ്മൾ അനുവദിച്ചാൽ. മാസ്റ്റർ പറയും അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊക്കെയാണ് നമ്മളെ വിധിയെ ബാധിച്ച് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെങ്കിലും ഹാർട്ട്ഫുൾനെസ്സിൽ വന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താ? ഇതുവരെയുള്ള നമ്മുടെ വിധിയെക്കുറിച്ചല്ല, ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മൾ ബെറ്ററായിട്ട് ജീവിക്കാം എന്നൊക്കെ. അതല്ല ഏറ്റവും വിവേകപൂർവമായിട്ടുള്ള ചിന്ത. എങ്ങനെ എൻ്റെ ലൈഫ് ബെറ്ററാക്കാം? ആ ലൈഫ് ബെറ്ററാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡയറക്ഷൻസും തരുന്നുണ്ട്. ആദ്യം ചിന്ത കറക്റ്റ് ചെയ്യണം, പിന്നെ ഫീലിംഗ് കറക്റ്റ് ചെയ്യണം, ജീവിതത്തിനോടുള്ള സമീപന രീതിയിൽ കറക്ഷൻ വരണം. ശരിയായ ചിന്തയും ശരിയായ ഫീലിങ്ങും സത്യസന്ധമായ സമീപനവും ട്രാൻസ്മിഷനിലൂടെ മനസ്സ് ക്രമീകരിച്ച് മാസ്റ്റേഴ്സ് നമുക്ക് ഒരുക്കി തരുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളതെങ്കിലും നമ്മുടെ ജീവിതത്തിനെ ബെറ്ററാക്കാനുള്ള അവസരമുണ്ട് ഹാർട്ട്ഫുൾനെസ് ഉപയോഗിച്ചിട്ട്. ഇനി അപ്പോഴാണ് അടുത്ത സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവുക എന്താണ് ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ഉദ്ദേശം. ജീവിതത്തിൻ്റെ പർപ്പസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, മറന്നു പോയിട്ട്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇങ്ങനെ ആകെ ഒരു ഉദ്ദേശമേ ഉള്ളൂ. എന്താണ്? കർമ്മഫലം കൊണ്ടാണ് ഈ ആത്മാവ് ഹെവി ആവുന്നത്. അപ്പോൾ ആ കർമ്മഫലങ്ങൾ അത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആർജിച്ചതാണ്. മറ്റൊരു ശരീരത്തിൽ പ്രവേശിച്ച് ഈ കർമ്മഫലങ്ങളുടെ ഭോഗം അനുഭവിച്ചാൽ മാത്രമേ അതിന് സ്വാതന്ത്ര്യമുള്ളൂ. അപ്പോൾ മനുഷ്യ ജീവിതത്തിലാണ് മോക്ഷപ്രാപ്തിക്കുള്ള സാധ്യതയുള്ളത്. ഒരു ശരീരമില്ലാത്ത അവസ്ഥയിൽ ആത്മാവിന് മോക്ഷപ്രാപ്തിക്കുള്ള സാധ്യതയില്ല. അപ്പോൾ മനുഷ്യ ജീവിതം വളരെ പ്രധാനമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ വന്ന് സംസ്കാരങ്ങളുടെ ഭോഗം അനുഭവിച്ച് സ്വതന്ത്രമാവാനാണ് ആത്മാവ് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ഉദ്ദേശം. അതുകൊണ്ട് ഹാർട്ട്ഫുൾനെസ് പറയാൻ നമ്മൾ സംസ്കാരങ്ങൾ കൊണ്ട് ജനിക്കുന്നു, സംസ്കാരങ്ങൾ കൊണ്ട് തന്നെ മരിക്കുന്നു. സംസ്കാരങ്ങൾ നീക്കം ചെയ്യുമ്പോൾ ജനനമരണ ചക്രത്തിൽ നിന്ന് അതീതമായി മോക്ഷപ്രാപ്തി നിലകൊള്ളും. ഇതാണ് തത്വം. അപ്പോൾ
അതാണ് ഒരു ഉദ്ദേശം ആത്മാവ്. മറ്റൊന്നോ തിരിച്ച് ഇതിൻ്റെ നമ്മുടെ യഥാർത്ഥ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്ക് നമ്മൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന അത്ര പരിശുദ്ധിയിൽ ഇതിന് മടങ്ങാൻ പറ്റില്ല. 10 മടങ്ങ് അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ ആർജവും പൊട്ടൻസിയും കൂട്ടിയാൽ മാത്രമേ തിരിച്ച് ഉറവിടത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതേ പരിശുദ്ധിയിൽ പോകാൻ പറ്റില്ല. അതിനേക്കാൾ കൂടുതൽ പരിശുദ്ധി വേണ്ടത്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നിഷ്കളങ്കനായിരുന്നൊരു കുട്ടീനേക്കാൾ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളെ പ്യൂരിറ്റി നഷ്ടപ്പെടുകയാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അത്ര വ്യാകുലപ്പെടുന്നില്ല. കാരണം എല്ലാവരും അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ രാജീവിന് എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാക്കും അദ്ദേഹം എന്തുകൊണ്ടാണ് നമ്മുടെ പരിശുദ്ധിയും പൊട്ടൻസിയും കൂട്ടണം എന്ന് പറയാൻ കാരണം. ബാബുജി മഹാരാജ് പറയും, ഈ ലോകം നിങ്ങൾ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതിനേക്കാൾ ബെറ്റർ ആക്കിയിട്ട് വേണം നിങ്ങൾ ഇവിടുന്ന് പോകാൻ. ഇനി ബെറ്റർ ആക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെങ്കിലും വിട്ടിട്ട് പോകണം എന്ന് പറയുന്നത്. അതേ പ്യൂരിറ്റി. ഇതെല്ലാം സോളിൻ്റെ പൊട്ടൻസിയും പ്യൂരിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദാജി പറയുമ്പോൾ പണക്കാരനായിട്ടൊരു അച്ഛൻ മകന് ഒരു 10 ലക്ഷം രൂപ കൊടുത്തു, ബിസിനസ് ചെയ്ത് നന്നായിപ്പോന്ന് പറഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വന്നിട്ട് അച്ഛൻ തന്ന 10 ലക്ഷം ഇതാ, അതെന്താ ചെയ്തത്? ഞാൻ ഒരു റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അച്ഛൻ്റെ അവസ്ഥ? അതിനെക്കുറിച്ച് ആലോചിച്ച് നല്ല മതിപ്പാവൂല്ലേ? അപ്പോൾ സാധാരണ ഭൗതിക ജീവിതത്തിലെ അച്ഛൻ തന്നെ എന്താണ്, അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വേണ്ട രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയാണെങ്കിലാണ് ഈ അച്ഛന് സന്തോഷമാവുക. അദ്ദേഹം പറയും ഭൗതിക ജീവിതത്തിലെ അച്ഛൻ എങ്ങനെയാണ്, ഈ നമ്മുടെ പരംപിതാവായ ഈശ്വരൻ എങ്ങനെയാണ് നമുക്ക് തന്ന പ്യൂരിറ്റിയേക്കാൾ 10 മടങ്ങ് പ്യൂരിറ്റിയോടുകൂടി തിരിച്ചു പോകുക എന്നുള്ളതാണ് നമ്മുടെ പരംപിതാവ് ആഗ്രഹിക്കുന്നത്. അപ്പം മാത്രമേ തിരിച്ച് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അത്രയും ശക്തി ഫിസിക്സിലെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. അത്രയും വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തിരിച്ച് പ്രവേശിക്കാൻ ഈ പ്യൂരിറ്റി കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് കുറച്ചും കൂടി വ്യക്തമാകും നമുക്ക്. ഇപ്പോൾ തുടങ്ങിയത് സന്തോഷത്തിനാണെങ്കിലും പതുക്കെ പതുക്കെ ഈ സാധനയുടെ ഓരോ ഭാഗത്തെത്തുമ്പോഴും നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള സമീപനം, ഈ ബാലൻസിനെ കുറിച്ചുള്ള സമീപനം ഇത് കൂടുതൽ നമുക്ക് വ്യക്തത വരും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ്? ആത്മാവ് അല്ലെങ്കിൽ ഈ ദിവ്യത്വമാണ് ലോകത്തിലെ ഏറ്റവും പരിപൂർണമായിട്ടുള്ള സംഗതി എന്ന് നമുക്ക് അറിയാമെങ്കിലും ഇപ്പം നമ്മുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കണം. ഈശ്വരൻ ജീവിതത്തിലുടനീളം നമ്മുടെ കൂടെ ഉണ്ട്. അതെപ്പോൾ നമ്മളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ശരീരം ഡ്രോപ്പ് ആവും, ഡെഡ് ബോഡി ആവും. നമുക്കറിയാം. അപ്പം അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വം. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? ദിവ്യത്വം എന്നുള്ളതാണ് നമ്മുടെ ഉള്ള പരിപൂർണത. അതിനേക്കാൾ പരിപൂർണമായിട്ട് ഒന്നും തന്നെ ഇല്ല. നമുക്കറിയാം, അനുഭവിച്ചിട്ടുള്ളൂ. നമ്മൾ ഒറ്റ പ്രാവശ്യം നമ്മൾ അനുഭവിക്കുന്ന ശാന്തി നമുക്കത് മനസ്സിലാവും. അതിനേക്കാൾ പരിപൂർണമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. ഫസ്റ്റ് സിറ്റിങ്ങിൻ്റെ അനുഭവം പോലെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിരുന്ന ആവശ്യമില്ല. പക്ഷെ എങ്കിലും ഈ താതാത്മ്യം പ്രാപിക്കുന്നത് നമ്മൾ അറിയണം. അപ്പോൾ ഭൗതിക വസ്തുക്കളായിട്ട് എൻ്റെ ശരീരത്തിനായിട്ട് ഒന്നുമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വളർന്ന പട്ടിക്കുട്ടികളായിട്ട് ഇപ്പം നിങ്ങൾ താതാത്മ്യം പ്രാപിക്കും. ചിലർ വീട്ടിലൊക്കെ പെറ്റ്സിനെ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അതിനെക്കുറിച്ച് എനിക്ക് യൂസ് ചെയ്യില്ല. എൻ്റെ നായക്കുട്ടി ഞാൻ വരുമ്പോഴേക്കും പഠിപ്പിൽ കിടക്കുന്നുണ്ടാവും നോക്കിയിട്ട്. എൻ്റെ നമുക്ക് ഉണ്ടാകുന്ന ഇതൊന്നും അതിനായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഇങ്ങനെ ജഡഭരതൻ എന്നുള്ളൊരാളുണ്ടായിരുന്നു കേട്ടോ. അത് ചോദിക്കും സന്യസിക്കാൻ വേണ്ടി പോയതാണ്.
ഇവിടെ മാൻകുട്ടിയായിട്ട് അടുപ്പാവുക. സന്യാസം വേണ്ട വെച്ചെങ്കിൽ മാൻകുട്ടിയുടെ വിധാനായിരിക്കും. അപ്പം അടുത്ത ജന്മത്തിൽ മാനായിട്ട്, മാനായിട്ട് പുനർജനിച്ചു. അപ്പം മൃഗങ്ങളായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കുന്നതുകൊണ്ടുണ്ടാവുന്ന അപകടം മനസ്സിലാക്കാൻ പറ്റിയിട്ട് ഒരു വലിയ കഥ തന്നെയുണ്ട്. ജനതൻ്റെ കഥ പാചകത്തിൽ. അപ്പം അതിനിടയ്ക്ക് പറയുന്നത് പരിചയമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടൊന്നും ഈ താതാത്മ്യം പോവില്ല. അത് നല്ല വിലപിടിപ്പുള്ള പട്ടിക്കുട്ടിയായിരിക്കും അത്. അപ്പം അതിനായിട്ട് താതാത്മ്യം. ആധുനിക യുഗത്തിൽ ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. മാസ്റ്റേഴ്സ് പറയാൻ നമ്മുടെ ചിന്തകൾ പോലും നമ്മൾ താതാത്മ്യം പ്രാപിച്ച് നമ്മുടെ എല്ലാതെയും. അതുകൊണ്ടാണ് പ്രതിജ്ഞ നമ്മൾ ആവശ്യം വരുമ്പോൾ മാറ്റേണ്ട സാഹചര്യം വരുമ്പോൾ മാറ്റണം എന്ന് പറഞ്ഞത്. ഭീഷണി പ്രതിജ്ഞ എടുത്തത് മാറ്റില്ല. ആ സമയത്ത് അദ്ദേഹത്തിനുള്ളിലുണ്ടായിരുന്ന ചിന്തയാണ്. നമ്മുടെ മനസ്സിങ്ങനെ ആകാശത്തിൽ മേഘങ്ങൾ പോലെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചിന്തയായിട്ട് ഞാൻ താതാത്മ്യം പ്രാപിച്ച അതാണ് ഞാൻ. 20 വർഷം മുമ്പ് ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, ഞാനത് കിട്ടില്ല. അതാണ് പാരമ്പര്യത്തിൻ്റെ പ്രശ്നമായിട്ട് മഹാഭാരതം ചോദിക്കുകയാണെങ്കിൽ ഭീഷ്മരത് കിട്ടാൻ. അപ്പം നമ്മുടെ ചിന്തകൾ പോലും നമ്മുടെ അല്ല. അതൊന്നുണ്ടാവും, നാളില്ലാതെയാവും. ശാശ്വതമല്ല. ആത്മാവ് ശാശ്വതമാണ്, അതാണ് ഞാൻ. അപ്പോൾ ചിന്തകളുമായിട്ട് ഞാൻ താതാത്മ്യം പ്രാപിച്ചതുകൊണ്ടാണ് രാമകൃഷ്ണൻ. എൻ്റെ ശരീരത്തിനായിട്ട്, എൻ്റെ ശരീരമായിട്ടുള്ള ഞാൻ പോലും ഞാൻ എൻ്റെ അല്ല. നാളെ അത് ഡ്രോപ്പാവും, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ശരീരമാണ് ഞാൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ ചിന്തകൾ ഞാനല്ല, എൻ്റെ ശരീരം ഞാനല്ല, എൻ്റെ മനസ്സ് ഞാനല്ല, എൻ്റെ ബുദ്ധി ഞാനല്ല, എൻ്റെ ബോധം പോലും ഞാനല്ല. അതെല്ലാം പ്രാപഞ്ചിക സത്യങ്ങളാണ്. അപ്പം അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? കാൺഫിഡൻസ് വലിയ അപകടമാണ്. എന്താ കാരണം? നമ്മുടെ നിലനിൽപ്പ് എന്നുള്ള സംഗതി അതിന് വലിയ അപകടം സംഭവിച്ചതാണ്. കാരണം നിലനിൽപ്പുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നില്ല. ബാബുജി മഹാരാജ് ആത്മഹത്യപരമാണ് എന്ത് ഈ താതാത്മ്യം പ്രാപിക്കുന്നത്. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആള് മഹാരാജാവായിട്ട് അഭിനയിക്കുമ്പോൾ ആ മഹാരാജാവായിട്ട് താതാത്മ്യം പ്രാപിച്ചത് എന്താണ്? ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് ഉറപ്പിച്ചാൽ അഭിനയം കഴിഞ്ഞാലും പിന്നെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുവരില്ലേ? ഈ താതാത്മ്യം അത്രമാത്രം അപകടം ഉണ്ടാക്കാമെന്ന്. നമ്മുടെ ജീവിതത്തിലെ താതാത്മ്യത്തിൻ്റെ അപകടം നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നിലനിൽപ്പ്, അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജോലി, നമ്മുടെ സമൂഹത്തിലെ സ്ഥാനം, നമ്മുടെ അച്ഛനാണ്, അമ്മയാണ്, ഇങ്ങനെയുള്ള ഓരോ പൊസിഷൻസിലായിട്ട് നമ്മൾ താതാത്മ്യങ്ങളായിരുന്നു. എൻ്റെ ബാബുജി മഹാരാജ് പറഞ്ഞു, ഞാൻ ആരാണ് എന്നായിരുന്നു പണ്ടൊക്കെ ആത്മീയതയിലെ ആൾക്കാരെ അന്വേഷിച്ചിട്ടുണ്ട്. എന്താ അതുകൊണ്ട് കാര്യം? നിങ്ങളെന്താണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ മറന്നേക്കും, എന്നിട്ട് നിങ്ങളുടെ മാസ്റ്ററെ സ്മരിക്കുക. അതാണ് എൻ്റെ ഗുണകാരം. അപ്പോഴാണ് നിങ്ങൾക്ക് സാക്ഷിയാക്കുന്നത്. ജീവിതത്തിൻ്റെ സാക്ഷിയാക്കി ഗുരുവിനെ മാറ്റി അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്മരണയിലാണെങ്കിൽ ഈ സാക്ഷി യഥാർത്ഥ സാക്ഷിയായിട്ടുള്ള ആത്മാവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ്സിൽ നിരന്തര സ്മരണയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം വരുന്നത്. ഈ താതാത്മ്യം ഒഴിവാക്കാൻ പറ്റില്ല. ഈ താതാത്മ്യം വലിയൊരു പ്രശ്നമാണ്. രാജ്യത്ത് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ആ പ്രശ്നത്തിലൂടെ തന്നെ. അതാണ് ഞാൻ ഈയിടെയായിട്ട് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന മറ്റൊരു സംഗതിയും ശ്രദ്ധിച്ചത്. ഇതൊന്ന് പലപ്പോഴും ആളുകൾ അദ്ദേഹത്തിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അച്ഛനും അമ്മയൊക്കെ മെഡിറ്റേറ്റ് ചെയ്തു, കുട്ടികൾ എന്ത് ചെയ്തിട്ട് ഇതുവരില്ല. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതിന് വേറെ ഒന്നും പറയരുത്. അപ്പോൾ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, മാതാപിതാക്കൾ പറഞ്ഞ് കേൾക്കാത്ത കുട്ടികൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആത്മീയ ജീവിതം പോലെയുണ്ട്. ഇത് പലപ്പോഴും സ്ത്രീകളാണ് ഈ ചോദ്യം ചോദിക്കുക. ദാരിദ്ര്യം ആവർത്തിച്ച് ചോദിക്കുക, ഉത്തരം പറഞ്ഞാലില്ലെങ്കിൽ. അപ്പം അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ
നമ്മളെ ഒരേ ഒരു കാര്യം പഠിപ്പിക്കാറുണ്ട്. എന്താ, നിങ്ങൾ എന്തിനാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്? ആ ക്വസ്റ്റിനെ കുട്ടികൾ ചില കുട്ടികൾ ചോദിക്കുന്നത് ചെയ്യും. എന്തിനാണ് എന്നെ സൃഷ്ടിച്ചപ്പെടുന്നു? എന്ത് ചെയ്യും? എന്താ മറുപടി പറയാ? മറുപടി ഇല്ല. ഇല്ല, ഈ ചോദ്യം ഒരു എന്താ പറയാ, ചോദ്യമുള്ളതാണെങ്കിലും നമ്മൾ ചർച്ച ചെയ്യാൻ കുറച്ച് മടിക്കുന്ന ഒരു വിഷയമാണത്. അച്ഛനും അമ്മയുടെ മകൻ എന്തിനാണ് നിങ്ങൾ എന്നെ സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നുകൂടെ ഒക്കെ ചോദിക്കില്ല. ആദ്യം പറയാം, അതിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തും. എന്താ കാരണം? നമ്മൾ പറയാം, സ്നേഹം കൊണ്ട് ഞാൻ സൃഷ്ടിച്ചു. അച്ഛനും അമ്മയും തമ്മിലുള്ള അതികഠിനമായ സ്നേഹം കൊണ്ട് ഒരു സൃഷ്ടി നടത്തി. ആ സൃഷ്ടി നടത്തുന്ന സമയത്ത് ഈശ്വര സ്മരണയിലാണ്. ആ സൃഷ്ടി നടത്തുന്ന സമയത്തുണ്ടായിരുന്ന ഞങ്ങളുടെ മനോഭാവം ഒരു പുതിയ ആത്മാവിന് വേണ്ടിയിട്ട് സ്വീകരിക്കാൻ വേണ്ടി സ്നേഹവും ഭക്തിയും വിശ്വാസവും അതോട് കൂടിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് എന്ന് പറയുകയാണെങ്കിൽ ഉന്നതമായിട്ടുള്ള സോളായിരിക്കും മകനോ മകളായിട്ട് വരുന്നത്. അപ്പം ആ സമയത്ത് നിങ്ങളുടെ മനോഭാവം എന്തായിരുന്നു? ഈ കുട്ടി ഇപ്പം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് അതുമായിട്ട് കണക്ഷൻ ഇല്ല. അത് നേരെ ഈ പോയിന്റ് നമ്മുടെ നേരെ തന്നെ പിരിയും. എന്താ കാരണം? മാതാപിതാക്കള് പരസ്പരം ചേരുന്ന സമയത്ത് അവരുടെ മനോഭാവമാണ് ഈ കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ആ ഭാവിയോട് ബന്ധപ്പെട്ട അച്ഛനമ്മയുടെയും ഭാവി നിർണ്ണയിക്കും. അത് പറഞ്ഞു കേൾക്കാത്തതാണ് പ്രശ്നമായി. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു പുതിയ ആത്മാവിനെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അത് നമ്മളെ അനുഗ്രഹിക്കുന്നു. എത്രമാത്രം സ്നേഹവും ഭക്തിയും വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പുതിയ ആത്മാവിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്, ഒരു കുട്ടിയെ നമുക്ക് സ്വീകരിക്കേണ്ടത്, സ്ത്രീ പുരുഷന്മാർ നമ്മൾ ചേരേണ്ടത്. ആവർത്തിച്ച് എപ്പോഴും പറയുന്നത് ഷാജി മഹാരാജോട് പറയുന്ന കഥയാണ് മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും വിദുരൻ്റെയൊക്കെ ചേരണം. എന്താണ് കാരണം? ഈ ഭാര്യമാര് വ്യാസമഹർഷിയെ കണ്ടപ്പോൾ കണ്ണടച്ചു. അപ്പോൾ ധൃതരാഷ്ട്ര അന്ധനായിട്ടുള്ള മകനുണ്ടായി. രണ്ടാമത്തെ ഭാര്യ വിളറി വെളുത്തു. അപ്പോൾ പാണ്ഡുവായി മാറി. അപ്പോൾ അവർ വിചാരിച്ചു ഇത് രണ്ടും ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും ഇതിനു വേണ്ടി ശ്രമിക്കേണ്ടി വരും. അപ്പം ഈ മഹർഷിയായിട്ട് ഇനിയും ഇടപെടാന്ന് പറഞ്ഞാൽ രാജകുമാരിമാരില്ലേ, അത്ര എളുപ്പമല്ലാതെ. അപ്പം അതുകൊണ്ട് തോഴി അയക്കുന്നു. തോഴി അതിനെ കാണുന്നത് ഒരു മഹത്തായ അവസരം. അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു ഋഷിയുമായിട്ട് ഒന്നിച്ചു ചേരാനുള്ള ഒരു അവസരം. അപ്പോൾ ഈശ്വരനോട് ആദ്യം തന്നെ നന്ദി പറഞ്ഞു. എനിക്ക് ഇത്ര ഈ ദാസിയിൽ എനിക്ക് ഇത്രമാത്രം ഒരു അനുഗ്രഹം തന്നറിയാം. അപ്പം ആ സ്നേഹവും ഭക്തിയും വിശ്വാസത്തോടു കൂടിയിട്ട് അതിൽ നിന്നൊരു ആത്മാവിനെ സ്വീകരിക്കാനാണ് ഈ ദാസി വ്യാസനെ നയിക്കുന്നത്. ഇതാണ് ഏറ്റവും എടുക്കാനായിട്ടുള്ള വിദ്യുതരുണ്ടായത്. ഈ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലോ. അപ്പം നമ്മുടെ ഈ ജാതകമാണോ അല്ലെങ്കിൽ ജനിച്ച സമയമാണോ അല്ലെങ്കിൽ കല്യാണത്തിന് സമയത്ത് ജാതകത്തിൽ വിട്ട് നോക്കാത്തതാണോ കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നത്? ഇതൊന്നുമല്ല. പിന്നെ ബാബുജിമാരെ അതിനെ സ്വാധീനിക്കുന്നെങ്കിൽ തന്നെ വേറെ 2% ഉള്ളൂ തന്നെ ഗ്രഹനിലയ്ക്ക്. ബാക്കി 98% മനോഭാവമാണ്. അപ്പോൾ ആ മനോഭാവത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അഭ്യാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതേപോലെ തന്നെയാണ് മരിക്കുമ്പോഴും. എന്താ കാരണം? മരിക്കുന്ന സമയത്ത് നമ്മുടെ വൈബ്രേഷൻ എങ്ങനെയാണ്? നമ്മുടെ ആത്മാവിൻ്റെ പ്യൂരിറ്റി എത്രയുണ്ട്? ആ പരിശുദ്ധി എത്രമാത്രം മുദ്രകളിൽ നിന്ന് വിമുക്തമായി, എത്രമാത്രം സങ്കീർണതകൾ നമ്മൾ വിട്ടുപോയി. ഈ മരണത്തിനെ എത്ര സ്നേഹത്തോടും ഭക്തിയോടും കൂടിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. യഥാർത്ഥ പ്രിയതമനായിട്ടുള്ള ഈശ്വരനെ മീറ്റ് ചെയ്യാനുള്ള അവസരമായിട്ടാണ് നമ്മളത് കാണണമെങ്കിൽ
ആ വൈബ്രേഷൻ അനുസരിച്ചുള്ള ഒരു തലത്തിലാണ് അത് പോയി നിൽക്കുക. അതുകൊണ്ട് വേറെ ആരും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നില്ല. ആ മരണസമയത്തുള്ള മനോഭാവമാണ് മരിച്ചതിന് ശേഷം ഈ ആത്മാവ് എവിടെ എത്താൻ പോകുമെന്ന് നിശ്ചയിക്കണം. അപ്പോൾ ജനന സമയത്തുള്ള മനോഭാവവും മരണസമയത്തുള്ള മനോഭാവവും നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരിക്കാനുള്ള ഒരു പരിശീലനമാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർക്ക് പേടിയോ ജീവിക്കാനുള്ള പരിശീലനമല്ലേ ഉള്ളൂ, മരിക്കാനുള്ള പരിശീലനം വേണ്ടാന്ന് പറയും. മരണഭയമാണ് നമുക്ക്. മരണഭയം തന്നെ അടുത്ത ജന്മത്തിലുള്ള നമ്മുടെ വിത്ത് പാകുന്നുണ്ട്. അത് ഇതിനേക്കാൾ കഷ്ടകരമായി. കാരണം അതിൻ്റെ പിന്നിലുള്ള മനോഭാവം ഭയമാണ്. ഒരു ജന്മത്തിൻ്റെ പിന്നിലുള്ള മനോഭാവം ഭയമാണെങ്കിൽ എന്തായിരിക്കും ജീവിതത്തിൽ കൂടുതലാണ് ചൂടാൻ അനുഭവിക്കുന്നത്. അപ്പോൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഭാഗവതിലെ അജാമിളനെ പോലെ മക്കൾക്ക് നാരായണ എന്ന് പേരിട്ടുകൊണ്ട് രക്ഷപ്പെടുക. മക്കളെ വിളിക്കാൻ വേണ്ടി നാരായണ എന്ന് വിളിച്ചാൽ മഹാവിഷ്ണു തെറ്റിദ്ധരിച്ചു വന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നതാണ്. അങ്ങനെ സാധ്യമല്ല. അങ്ങനെ നമുക്ക് ഈശ്വരനെ കബളിപ്പിക്കാൻ പറ്റില്ല. കാലങ്ങളായിട്ടുള്ള ആധ്യാത്മിക സാധനയിൽ കൂടെ നമ്മുടെ മനോഭാവത്തെയും ആധ്യാത്മിക നിലയും പരിഷ്കരിച്ചെടുത്താൽ മാത്രമേ ആ മരണസമയത്ത് ഈ ആത്മാവിൻ്റെ വൈബ്രേഷൻ ഒരു ഉയർന്ന വൈബ്രേഷൻ ഈ ഡയമെൻഷനായിട്ട് ചേരാൻ പറ്റി. അപ്പോൾ ജീവിതത്തിലും മരണത്തിലും നമ്മൾ എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മളെ കുട്ടികളെ നോക്കിയിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഈ കാര്യങ്ങളെന്നാണ്. എന്താണ് ചോദ്യം? കുട്ടികൾ ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ല, ചെയ്യാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരവാണത്. ഇനി ചോദ്യം ചോദിക്കില്ല എന്നല്ല കേട്ടാൽ. അതാണ് ഇത് ആവർത്തിച്ച് ഇപ്പോൾ ഈ വയസ്സിലേക്കുള്ള പലപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ ചോദ്യം ചോദിച്ചിരുന്നു. തണുപ്പൊന്നും ചോദിക്കില്ല, ഇൻ്റർവ്യൂസൊക്കെ ചോദിക്കും ആളുകൾ. അതുകൊണ്ട് അതും ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നൊന്ന് ഞാൻ ശ്രദ്ധിച്ച അദ്ദേഹത്തോട് ചോദിച്ചത്, ഈ ആത്മീയ പരിശീലനം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ദുഃഖ ദാരിദ്ര്യത്തോട് അതിനുള്ള വിവേകത്തോടെ പ്രവർത്തിക്കണം എന്ന് പറയുന്നുണ്ട്. ബോധപൂർവം വിവേകത്തോടെ പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിവേകം അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എങ്ങനെ ആർജിക്കലാണ്? നമ്മൾ പഠിപ്പിൽ കൂടെയാണോ, വിദ്യാഭ്യാസം ഉള്ളതായി കൂടെയാണോ, നമ്മുടെ ഡിഗ്രികളിൽ കൂടെയാണോ, അല്ലെങ്കിൽ സാങ്കേതികമായ ബിരുദത്തിൽ കൂടെയാണോ നമ്മുടെ ഇൻ്റലിജൻസ് നമ്മൾ നേടിയെടുക്കുന്നത് എന്ന് ചോദിക്കുന്നത് വളരെ ഒരു ബുദ്ധിപൂർവ്വമുള്ള ചോദ്യമായിട്ട് എനിക്ക് തോന്നി. ആയിക്കോട്ടെ ചോദിച്ചത് എന്താണ് നമ്മുടെ അഭിപ്രായം? എങ്ങനെയാണ് നമ്മുടെ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ ബുദ്ധിശക്തി വിവേകമായിട്ട് മാറുന്നത്? അദ്ദേഹം പറഞ്ഞു, എല്ലാ വിവേകത്തിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും ഉറവിടം എന്ന് പറയേണ്ടത് നമ്മുടെ ആത്മാവാണ്. എല്ലാ അറിവിൻ്റെയും ഉറവിടം ജ്ഞാനസ്വരൂപി എന്ന ആത്മാവിൻ്റെ വേറൊരു പേര്. ആനന്ദസ്വരൂപി, ജ്ഞാനസ്വരൂപി, സ്വതന്ത്രസ്വരൂപി എന്നൊക്കെയാണ് വേദനകൾ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അറിവിൻ്റെയും എല്ലാ വിവേകത്തിൻ്റെയും എല്ലാ ഇൻ്റലിജൻസിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് ആത്മാവാണ്. ഇനി ഒരു മെഴുകുതിരിമാരെയാണ് ഈ ആത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രകാശം വരുന്നു. അതിൻ്റെ മുമ്പിൽ ഒരു മഞ്ഞ കളറിലുള്ള കണ്ണാടി വെച്ചിരിക്കുന്നു, അതിൻ്റെ അപ്പുറത്തൊരു ചുവന്ന കളറിലുള്ള കണ്ണാടി വെച്ചിരിക്കുന്നത്, അതിൻ്റെ അപ്പുറത്തൊരു വെള്ള കണ്ണാടി വെച്ചിരിക്കുന്നു, അതിൻ്റെ അപ്പുറത്തൊരു കറുത്ത കണ്ണാടി, അതിൻ്റെ അപ്പുറത്തൊരു പച്ച കണ്ണാടി. ഇതൊക്കെ കണ്ണാടികൾ ഹൃദയമണ്ഡലത്തിലെ പോയിന്റുകളിലെ കളറിൽ കണ്ണാടി വെച്ചിരിക്കുന്നു. അപ്പോൾ അറ്റത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ മെഴുകുതിരിയുടെ പ്രകാശം കൊണ്ടുവരുമോ? അങ്ങനെ 13 കണ്ണാടികളിൽ കൂടെയാണ് ഈ ആത്മാവിൻ്റെ പ്രകാശം പുറത്തേക്ക് വരുന്നത്, 13 പോയിന്റുകൾ. അപ്പോൾ മഞ്ഞ കണ്ണാടി കൂടെ ഈ പ്രകാശം വരുമ്പോൾ മഞ്ഞ കളറായിട്ട് തോന്നുന്നത്. അതിന് പുറമെ കണ്ണാടിയിൽ കുറച്ച് അഴുക്ക് കൂടി ഉണ്ടെന്നില്ല. എന്താ സ്ഥിതി? ഈര പുറത്തേക്ക് പ്രകാശം കാണാനില്ല.
അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വിവേകം പുറത്തേക്ക് വരിക? ഈ കളറും അഴുക്കും നീക്കം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് നീക്കം ചെയ്യാനുള്ള പ്രാക്ടീസാണ് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ അതിനുള്ള ശക്തി തരുന്നുണ്ട്. 3 സിറ്റിങ്സിൽ എടുത്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്മിഷനിലൂടെ ക്ലീൻ ചെയ്യാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ മെഡിറ്റേഷൻ അതിനുള്ള ശക്തി തരും. ക്ലീനിങ് നമ്മുടെ വഴി ക്ലിയർ ചെയ്യും. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. പാശ്ചാത്യ എക്സാമ്പിൾ പറയാൻ നമുക്കൊരു BMW കാറുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള കാറ്. അതിൻ്റെ എൻജിൻ മുഴുവൻ ചളിയിൽ കിടക്കുക. സ്ട്രോങ് എൻജിനാണ്, പക്ഷേ ചളിയിൽ മൂടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ല. അതായത് ക്ലീനിങ് ഇല്ലാത്ത മെഡിറ്റേഷൻ നമുക്ക് ഉപയോഗമില്ല. വേറെ തിരിച്ചാലോചിക്കുക, നല്ല ഭംഗിയായിട്ടുള്ള റോഡ് 200 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ നമ്മുടെ കയ്യിലുള്ള കാറിൻ്റെ എഞ്ചിൻ ഓട്ടോറിക്ഷയുടെ അത്ര പവർ ഉള്ളൂ. അപ്പോൾ ആ ഓട്ടോറിക്ഷയുടെ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. അതായത് മെഡിറ്റേഷൻ ഇല്ലാത്ത ക്ലീനിങ് അതും എഫക്റ്റീവാണ്. അപ്പോൾ മെഡിറ്റേഷൻ നമുക്ക് ഇച്ഛാശക്തി തരുന്നു. ക്ലീനിങ് ആ ഇച്ഛാശക്തി ഉപയോഗിച്ച് നമ്മൾ ഈ അഴുക്കുകളെയും എല്ലാ വൈരുദ്ധ്യങ്ങളെയും സങ്കീർണതകളെയും മാലിന്യങ്ങളെയും നീക്കം ചെയ്യണം. എന്തൊക്കെയാണ് ഈ മാലിന്യങ്ങളും ബ്ലോക്കും? നിങ്ങളുടെ അഹംഭാവം. അതാണ് നമ്മളെ താതാത്മ്യം പ്രാപിക്കാൻ തോന്നുന്നത്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ. പതഞ്ജലി മഹർഷിയെ ക്ലേശം എന്ന് പറയുന്നത് ക്ലേശങ്ങളാണ്. ക്ലേശങ്ങൾ അത് അവിദ്യ, അസ്മിത, രാഗദ്വേഷ, അഭിനിവേശിതാണ് ക്ലേശം എന്ന് പറയുന്നത്. അവിദ്യ എന്ന് പറയുന്നത് അജ്ഞത. അതാണ് ആദ്യത്തെ ക്ലേശം. ആ അജ്ഞത കൊണ്ട് എന്തുണ്ടാവും? അസ്മിതയാണ് അടുത്ത്. അസ്മിത എന്ന് പറയുന്നത് സ്മിത നമ്മൾ കേട്ടിട്ടുണ്ടാവും, നല്ല പേരുണ്ട്. അസ്മിത എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്, ഈഗോ, ഞാൻ എന്ന് പറഞ്ഞ അസ്മിത. അപ്പൊ അജ്ഞാനത്തിൽ നിന്നാണ് അഹമ്യത. രാഗദ്വേഷം നമുക്കറിയാം, ഇഷ്ടാനിഷ്ടം, ആഗ്രഹങ്ങൾ. അഭിനിവേശം എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ശരീരത്തിനോട് ഒട്ടിപ്പിടിച്ചിരിക്കാതെ നമുക്ക് ശരീരം വിട്ടുപോകാൻ നമുക്ക് വരില്ല, മരണഭയം. ശരീരത്തിനോടുള്ള അഭിനിവേശം മരണഭയം ഉണ്ടാകും. അതാണ് അഭിനിവേശങ്ങൾ. അപ്പോൾ അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശങ്ങളാണ് ക്ലേശങ്ങളായിട്ട് പറയുന്നത്. എന്തിനാണ് ക്ലേശം? ലക്ഷ്യപ്രാപ്തിക്കുള്ള ക്ലേശമായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ ക്ലീനിങ്ങിലൂടെ നീക്കം ചെയ്യാറുള്ളത്. ഇപ്പോൾ മെഡിറ്റേഷനിൽ നമ്മൾ കണ്ണടച്ച് ആഴത്തിൽ പോയി ആ ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ പ്രപഞ്ചബോധവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അവിടെ നിന്ന് എടുക്കാം. ട്രെയിനിങ്ങിലൂടെ നമ്മുടെ വഴി ക്ലിയർ ചെയ്യാം. രണ്ടും കൂടി വേണ്ട രീതിയിൽ യോജിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഇൻ്റലിജൻസ് ഷാർപ്പാവുന്നത്. ബുദ്ധിശക്തി, ഇച്ഛാശക്തി, വിവേകശക്തി. അപ്പോൾ വിവേകത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും ഇച്ഛാശക്തിയുടെയൊക്കെ ഉറവിടം വിദ്യാഭ്യാസമാണോ? അല്ല. ഡിഗ്രികളാണോ? അല്ല. പിന്നെയോ ആത്മീയ പരിശീലനമാണ്. അത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രി എടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആലോചിക്കില്ലല്ലോ. മെഡിറ്റേഷൻ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു അർത്ഥമുള്ളൂ. ഒരു ഡിഗ്രി വേണ്ട വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ആത്മീയ സാധനയുടെ പിൻബലമാണ്. അല്ലെങ്കിൽ ഈ അറിവ് നമുക്ക് വിവേകമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ അത് തന്നെ നമ്മുടെ അപകടകരമാണ് സാധ്യത. ഇത് മനസ്സിലാക്കിയിട്ട് ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും തുടച്ചു പറിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒറ്റ ജന്മം കൊണ്ട് ലക്ഷ്യപ്രാപ്തി എത്താൻ പറ്റുന്ന, ആ ലക്ഷ്യപ്രാപ്തി എത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ സന്തുലിതമായിട്ടുള്ള ജീവിതം നയിക്കാവുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള സമയം ആലോചിക്കുക. അതിൻ്റെ മഹത്വം നമ്മൾ നന്ദിബോധത്തോടെ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ കൂടുതൽ ഓർമ്മിപ്പിക്കാനാണ് ഈ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം വീണ്ടും
ഇൻ്റർവ്യൂവിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും കൂടുതൽ ഇത് ആവർത്തിക്കാൻ കാരണം അതാണ്. താങ്ക് യു. നമസ്കാരം.